നമസ്കാരം, ഫുക്രയിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പിൽ സിംബാബ്വെ അട്ടിമറികൾ തുടരുകയാണ്. ഇന്നവർ ശ്രീലങ്കയെയാണ് തോൽപ്പിച്ചത്. നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പേ അവർ ഓസ്ട്രേലിയയെ അട്ടിമറിച്ചുകൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് വലിയ ഞെട്ടൽ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആ ഒരു അട്ടിമറി ഒരു ദിവസത്തെ അത്ഭുതമല്ല എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇന്നവർ ശ്രീലങ്കയെ 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. യഥാർത്ഥത്തിൽ സിംബാബ്വെ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. കാരണം ക്രിക്കറ്റ് ആരാധകരെല്ലാം സിംബാബ്വെയുടെ ഉയർത്തെഴുന്നേൽപ്പ് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാലത്തെ സിംബാബ്വെയുടെ ക്രിക്കറ്റ് കളിക്കാരെ ഓർത്താൽ തന്നെ അത് ആ കളി അറിയുന്നവർക്ക് അറിയാം എത്ര ഗംഭീരമായി കളിച്ചിരുന്നവരാണ് സിംബാബ്വെക്കാരെന്ന്. ഫ്ലവർ സഹോദരന്മാർ, ഗ്രാൻഡ് ഫ്ലവറും ആൻറ്റി ഫ്ലവറും, പിന്നീട് അലിസ്റ്റർ ക്യാമ്പെയിൽ, പിന്നെ മറേ ഗുഡ്വിൻ, നീൽ ജോൺസൺ, ഹെൻറി ഒലോങ്കയൊന്നും ഇന്ത്യക്കാർ മറക്കുകയില്ല. കാരണം ഹെൻറി ഒലോങ്കയെ സച്ചിൻ ടെണ്ടുൽക്കർ തകർത്ത് വിട്ടത് ഇന്നും ആ രാത്രി നമ്മൾ മറക്കില്ല. അങ്ങനെ ഹെൻറി ഒലോങ്കയെ പോലെ, ആൻറ്റി ഫ്ലവറിനെ പോലെ, ഗ്രാൻഡ് ഫ്ലവറിനെ പോലെ, അലിസ്റ്റർ ക്യാമ്പലിനെ പോലെ, മറേ ഗുഡ്വിനെ പോലെ, നീൽ ജോൺസനെ പോലെയുള്ള താരങ്ങളെ, ഹീത്ത് സ്ട്രീക്കിനെ പോലെയുള്ള താരങ്ങളെ, പോൾ സ്ട്രാങ്ങിനെ പോലുള്ള താരങ്ങളെ ഒരു കാലത്തും ഇന്ത്യക്കാർ മറക്കില്ല. കാരണം അത്രമാത്രം വലിയ താരങ്ങളായിരുന്നു അവർ ക്രിക്കറ്റ് ലോകത്ത്. അങ്ങനെ ഉദിച്ചു നിന്ന, ശക്തിയായി നിന്ന, ഏത് വമ്പന്മാരെയും തോൽപ്പിക്കാൻ കഴിവുള്ള ടീമായിരുന്ന സിംബാബ്വെ ഒരു ഘട്ടത്തിൽ തീർത്തും ദുർബലരായിപ്പോയി. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സിംബാബ്വെയുടെ ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ്. അവിടുത്തെ കുത്തഴിഞ്ഞ ഭരണം സിംബാബ്വെ ക്രിക്കറ്റിനെ നശിപ്പിക്കുകയായിരുന്നു. മിക്ക ക്രിക്കറ്റർമാരും കളി തന്നെ നിർത്തി മറ്റു പല ജോലികളിലേക്ക് പോയി. ചിലരെല്ലാം വിദേശ രാജ്യങ്ങളിൽ മറ്റ് ലീഗുകളിലേക്ക് പോയി. അങ്ങനെ എത്രയോ കളിക്കാർ, ബ്രണ്ടൻ ടൈലറൊക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അങ്ങനെ നശിച്ചു പോയ സിംബാബ്വെ ക്രിക്കറ്റ് വീണ്ടും ഉദിച്ചുയരുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് ആരാധകർ വലിയ സന്തോഷത്തിലാണ്. സിക്കന്ദർ റാസ എന്ന അവരുടെ ക്യാപ്റ്റൻ, മിടുക്കനായ ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റൻ്റെ കീഴിൽ ഒരു കൂട്ടം ബെന്നറ്റിനെയൊക്കെ പോലെ മികച്ച ബാറ്റർമാരുണ്ട് അവർക്ക്. ആ ബെന്നറ്റ് ഉൾപ്പെടെ, സിക്കന്ദർ റാസ ഉൾപ്പെടെയുള്ള കളിക്കാർ ചേർന്ന് അതിഗംഭീരമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ടാണ് അവർ ഈ 2020 ലോകകപ്പിൽ അവരുടെ പ്രകടനം. ഇപ്പോൾ അവർ സൂപ്പർ 8 എത്തിയിട്ടുണ്ട്. ഇനി സൂപ്പർ 8 നിന്ന് സെമി ഫൈനലിലേക്ക് എത്തണം, സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് എത്തണം, പിന്നീട് അവർ ചാമ്പ്യന്മാരാകണം. യഥാർത്ഥത്തിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ സൂപ്പർ 8 എത്തിയത് തന്നെ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയും ശ്രീലങ്കയും പോലുള്ള ശക്തരായ ടീമുകളുടെ ഗ്രൂപ്പിൽ വന്ന് പെട്ടിട്ടും അവരെ മറികടന്ന് ശ്രീലങ്കയ്ക്കൊപ്പം സിംബാബ്വെയും സൂപ്പർ 8 സ്ഥാനം പിടിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ഈ കളി തുടർന്നാൽ സൂപ്പർ 8 ഏത് വമ്പനെയും അവർക്ക് തോൽപ്പിക്കാൻ പറ്റും. ഏത് വമ്പനെയും, ഒരു സംശയമില്ല. അങ്ങനെ അവർ സെമിഫൈനലിലെത്താം. സെമിഫൈനലിൽ ഒരു ദിവസത്തെ ഗംഭീര കളി കളിച്ചാൽ അവർ ഫൈനലിലെത്തും. ഫൈനലിൽ നിന്ന് പിന്നീട് ഫൈനലിൽ എത്തി എന്നത് തന്നെ വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ദൂരം ഒരൊറ്റ കളിയാണ്. അത് ആ ദിവസത്തെ മികച്ച പ്രകടനത്തിലൂടെ അവർക്ക് നേടാനാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതുവരെയുള്ള അവരുടെ പ്രകടനം അവരുടെ ഒരു കാലത്തെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആ സുവർണകാലം സിംബാബ്വെക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് മുഴുവൻ ക്രിക്കറ്റ് ആരാധകരും ആഗ്രഹിക്കുന്നത്. അത് നടക്കട്ടെ. അവർ ഇനിയും ഏറെ മുന്നോട്ട്, ഈ 2020 ലോകകപ്പിൽ ഏറെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.